തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. ഓ ദിവ്യകാരുണ്യേശോയെ, ഞങ്ങൾ അറിയുന്നു ഓരോ പ്രാവശ്യവും ദിവ്യകാരുണ്യ സ്വീകരണം വഴി ഞങ്ങളുടെ ശരീരം വിശുദ്ധമായ സക്കാരി പോലെ ഒരു ക്രിസ്തു സാന്നിധ്യത്തെ പുതിയുകയാണെന്ന്. അതുകൊണ്ടാണല്ലോ പൗലോസ് ശ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഈ നിമിഷം കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മോടൊപ്പമായിരിക്കുവാൻ കരുണ കാണിച്ച് ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തിരു സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താം. ദിവ്യകാരുണ്യ സ്നേഹം എന്നത് ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അഗ്നിയാണ്. സ്വർണത്തെ അഗ്നി ശുദ്ധീകരിക്കുന്നത് പോലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നാം ചെലവഴിക്കുന്ന സമയം നമ്മുടെ പാപക്കറകളെ കഴുകി ആത്മാവിനെ വെളുപ്പിക്കുന്ന ഈ പുണ്യ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയത്തിൽ കൊളുത്തണമേ. ഞങ്ങളുടെ ഉള്ളിലെ തണുപ്പും മരവിപ്പും നീക്കി അങ്ങയോടുള്ള ദാഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ അഹങ്കാരത്തെയും സ്വാർത്ഥതയെയും അങ്ങയുടെ സ്നേഹാഗ്നിയിൽ ദഹിപ്പിച്ചു കളയണമേ. മറ്റുള്ളവരെ സ്നേഹിക്കാനും ക്ഷമിക്കാനും ഞങ്ങൾക്ക് കരുത്തു പകരണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന കാരുണ്യത്തിൻ്റെ കിരണങ്ങൾ ഞങ്ങളെ പൊതിയട്ടെ. ലോകം നൽകുന്ന മോഹങ്ങളെക്കാൾ ഉപരിയായി അങ്ങ് സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയുടെ സ്നേഹത്താൽ ജ്വലിപ്പിച്ച് നിർത്തണമേ. ദിവ്യകാരുണ്യ സ്നേഹത്തിന് മാത്രമേ നമ്മെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കാൻ കഴിയൂ. ഈ സ്നേഹം നമ്മെ അഗ്നി പോലെ രൂപാന്തരപ്പെടുത്തുന്നു. എന്റെ സങ്കടത്തിൽ പങ്കുചേരും ദൈവം ആശ്വാസം പകർന്നിടും. എന്നിൽ സന്തോഷത്തിൻ വേളയേകും. എന്നും എന്നും നന്മയേകിടും. പിഴവുകളേറ്റു ചൊന്നാൽ ക്ഷമയരുളും. തിരുഹൃദയം എനിക്കായി തുറന്നു തരും. ഓ എൻ്റെ ദൈവമേ, ജീവന്റെ മാർഗമേ, നിന്നോട്